ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഞാൻ എൻ്റെ മകൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് അവനോട് പറഞ്ഞടാ പോയി അല്പം പച്ചക്കറി വാങ്ങിക്കൊണ്ടുപോവാ. അവനോട് തിരിച്ചു ചോദിച്ച് പപ്പായും അതുവഴിയല്ലേ വന്നത്, പപ്പായ്ക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് പോരാമായിരുന്നല്ലോ. നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ പൈസ കൊടുത്തു. അവൻ പച്ചക്കറി വാങ്ങാൻ പോയി. ഞാൻ എന്ത് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് വരാമായിരുന്നു. പക്ഷെ ഞാൻ അവനെ പറഞ്ഞു വിട്ടത് അവൻ പച്ചക്കറി വാങ്ങാൻ പോയി പച്ചക്കറി വാങ്ങിച്ച് കഴിയുമ്പോൾ 50 അതിലധികമോ രൂപ അധികം വരും, അതവൻ എടുത്തോട്ടെ. അപ്പം ഞാൻ നേരിട്ട് ഇന്നാടാ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവൻ അതിൽ നിന്ന് എടുത്തോട്ടെ എന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് അവനെ ഈ പറഞ്ഞു വിടുന്നത്. പക്ഷേ അത് അവന് മനസ്സിലായി കാണത്തില്ല. പണ്ട് അച്ചായി, ഞങ്ങളുടെ അച്ഛൻ, എൻ്റെ അപ്പൻ എന്നെ ഈ കടയിൽ കപ്പ വാങ്ങിക്കാനും ഉണക്കമീനൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു വിടുമായിരുന്നു. വെളിച്ചെണ്ണയൊക്കെ അന്നത്തെ ഈ എണ്ണയൊക്കെ നമുക്ക് തോടം അനുസരിച്ചായിരുന്നു, തല തൂക്കിയൊന്നും ഒരു തോടം എന്ന് പറഞ്ഞാൽ അളക്കുന്നൊരു സാധനമുണ്ട്, അതിലൊക്കെ അളന്നാണ് തന്നിരുന്നത്. അങ്ങനെ സാധനം വാങ്ങിക്കാൻ പോകുമ്പം ഞാൻ ഇതിനകത്തുനിന്ന് ചെറിയ വെട്ടീരൊക്കെ വെട്ടിച്ചിട്ട് ഒന്നുകിൽ അത് അന്ന് ഈ ശർക്കര മുട്ടായി, ചില അതുപോലുള്ള കളിക്കാനുള്ള ഐറ്റങ്ങൾ ഇതൊക്കെ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ അച്ചായെ ഞാൻ വെട്ടിച്ച് അച്ചായെ കബളിപ്പിക്കുമായിരുന്നു. അച്ചായനെ ഒരു വെടിവേഷം കെട്ടിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അവിടെ വെട്ടിയായത് അച്ചായിയല്ല, ഞാനാ. അച്ചായിക്കറിയാം ഇതൊക്കെ സംഭവിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അല്പം പൈസ കൂട്ടിയാണ് എൻ്റെ കയ്യിൽ തന്നയക്കുന്നത്. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മളൊക്കെ നമ്മുടെ അച്ചായന്മാരെ, നമ്മുടെ അപ്പന്മാരെ, നമ്മുടെ ഉപ്പായൊക്കെ കബളിപ്പിച്ചല്ലോ എന്ന്. ചുമ്മാതാ അവരവരുടെ സ്നേഹം കൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പണം അങ്ങനെയൊക്കെ തന്നത്. നമ്മൾ വെട്ടിച്ചൊന്നുമല്ല. ഇന്ന് എനിക്കത് ഓർക്കുമ്പം ചിരി വരും. അവിടെ സ്വയം ഞാൻ വെട്ടിയാകുമായിരുന്നു. ഞാൻ ഒരു പൈസ പോലും കബളിപ്പിച്ചിട്ടില്ല. അറിഞ്ഞുകൊണ്ട് അച്ഛൻ അതെനിക്ക് തന്നതാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മയോടൊക്കെ ചെന്നിട്ട് അമ്മേ ഒരു പന്ത് വേണം, താഴെ ഞങ്ങളുടെ അവിടെ പന്ത് കളിയൊക്കെ താഴെ പുഞ്ചപ്പാടത്ത് ഉണക്ക സമയത്ത് പുഞ്ചപ്പാടത്ത് കളിക്കുമ്പം പന്തൊക്കെ മേടിക്കാൻ അമ്മയോട് അമ്മ പിരിവിട്ട പൈസ എടുക്കുന്നത്, എല്ലാവർക്കും ഓരോരോ രൂപ പിരിവ് അമ്മ എനിക്ക് 1 രൂപ തരണം പന്ത് വാങ്ങിക്കാൻ എന്ന് പറഞ്ഞ് അമ്മയോട് പറയുമ്പം അടുത്തൂടെ ചിരിച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ പോകുന്ന ഒരു അച്ചായെ കാണാം. അപ്പോൾ അമ്മ പറയും, എടാ നീ അച്ചായോട് ചോദിക്കടാ. ദേഷ്യപ്പെട്ടിരിക്കുന്നതല്ലാതെ മുൻകോപം അല്ലാതെ എപ്പോഴെങ്കിലും അച്ചായെ കണ്ടിട്ടുണ്ടോ? ഞാൻ അച്ചായോട് ചോദിക്കാനോ? അച്ചായി തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അടുത്തുകൊണ്ട് ആ കള്ളക്കണ്ണൻ ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഉണ്ടോ? തരത്തില്ല, അച്ചായി തരത്തില്ല. എനിക്കറിയാം, തീർത്തും അറിയാം. നീ ഒന്ന് പോയിട്ട് വാ, ഞാൻ തരാം എന്ന് പറയും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പം അമ്മ ആ 1 രൂപ തരും ഷെയർ ഇടാനായിട്ട്, പന്ത് മേടിക്കാൻ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ. ഇന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് അത് അമ്മ തന്നൊന്നുമല്ല, അച്ചായി തന്നു തന്നെയാണ്. നമ്മുടെയൊക്കെ അപ്പൻ എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാനുണ്ടല്ലോ. എത്രയോ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ അപ്പൻ എന്തായിരുന്നു. കുറച്ചേ സംസാരിക്കത്തുള്ളൂ, ചൂടനാ, എല്ലാം ഉണ്ട്. നമ്മുടെ ഇന്ന് അപ്പന്മാരൊന്നും ഉണ്ടല്ലോ പണക്കാരന്മാരൊന്നും ആയിരുന്നില്ല. ഞങ്ങളുടെ അച്ഛനൊന്നും പണക്കാരൊന്നും അല്ലായിരുന്നു. പക്ഷേ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. നിങ്ങളുടെയും അച്ഛനൊക്കെ, നിങ്ങളുടെയും അപ്പനൊക്കെ, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെയൊക്കെ അപ്പനൊക്കെ പണക്കാരനൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ? ചൂടനാ, ദേഷ്യപ്പെടുന്നവനാ, എന്ത് പറഞ്ഞാലും അറുത്ത് മുറിച്ച് പറയുന്നവനാ. പക്ഷേ ആ ചുണ്ടിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ചെറിയ പുഞ്ചിരി നിങ്ങൾക്ക് കാണാം ഇല്ലേ? നിങ്ങളുടെ അപ്പൻ്റെ ആ ദേഷ്യക്കാരൻ്റെ. കുറച്ചേ സംസാരിക്കൂ, പക്ഷേ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അടുത്തോട്ട് വന്നിട്ട് ഒരു സാധാരണഗതിയിൽ ഒരു കെട്ടിപ്പിടുത്തമുണ്ട് അപ്പൻ്റെ അല്ലേ. അന്ന് നെഞ്ചോട് ചേർത്തൊന്ന് നിന്ന് കഴിഞ്ഞ് ഒന്നും പറയത്തില്ല. പക്ഷേ നെഞ്ചിൽ ചൂടോട്ട് നിന്ന് കഴിയുമ്പം അതാണ് അപ്പൻ. നമ്മുടെയൊക്കെ അപ്പനെ മനസ്സിലാക്കാൻ നമുക്ക് എത്രയോ സമയമെടുക്കുന്നു. ഈ തെറ്റോ വഴക്കുകളോ കണ്ട് ചൂട് പിടിവാശിയൊക്കെ എടുത്ത് ദേഷ്യം കയറി വഴക്കുണ്ടാക്കി സാധനമൊക്കെ എറിഞ്ഞ് പകൽ ബഹളമൊക്കെ ഉണ്ടാകുമ്പോൾ അച്ഛൻ നല്ല വഴിയെടുത്ത് ചാന്തിക്കിട്ട് 2 കീച്ച് തരും. അവിടെ അതിന് മയമൊന്നുമില്ല അടിക്കുന്നതിന്, ശരിക്കും അടിയായിരിക്കും. ചാന്തിയൊക്കെ ചുട്ട് പൊള്ളുന്നൊരു പൊട്ടി തഴമ്പ് വന്ന പോലെ പൊങ്ങി നിൽക്കും.
ആ സമയത്ത് ഒരു ദയയോ ഒരു ദാക്ഷിണ്യവും ഇല്ല അച്ചായി അടിക്കുമ്പം. പക്ഷേ കരഞ്ഞുകൊണ്ട് ഒരു സന്ധിക്കൊന്നും വൈകിട്ടേക്കൊന്നും വേണ്ടെന്നും പറഞ്ഞ് കരഞ്ഞ് ദേഷ്യം കയറിയായിരിക്കും കിടക്കുന്നത്. പക്ഷേ രാത്രിയുടെ യാമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ അച്ചായി വന്ന് ആ അച്ഛൻ വന്ന് നമ്മുടെ മുടിയിൽ വിരലോടിക്കും. ഒരുപക്ഷെ നമ്മളെക്കാൾ വേദനിച്ചത് നമ്മുടെ അച്ചായനായിരിക്കും. തലയിലൊരുവില്ല നമ്മുടെ അടി കൊണ്ട ഭാഗത്ത് ഒന്ന് തലോടും. കാരണം ആ വേദന നമ്മളെക്കാൾ കൂടുതൽ സഹിച്ചത് നമ്മുടെ അച്ഛനായിരിക്കും. അറിയപ്പെടാൻ അപ്പനാരെന്നറിയാൻ എത്രയോ സമയങ്ങളെടുക്കുമെന്നറിയാമോ? ഒരപ്പനും അടിച്ചിട്ട് പോയി ആരാംസ് പോയി അവന് പുറത്ത് പോയി കുത്തിയിരിക്കുകയോ ചിരിക്കുകയോ കളിക്കുകയല്ല. നമ്മൾ വേദനിക്കുന്നതിലുപരി നമ്മുടെ അപ്പന് വേദന എടുക്കും. ആ അപ്പനെ മനസ്സിലാക്കാൻ ഒത്തിരി സമയമെടുക്കും. കാഴ്ച കല്ലാണെന്ന് തോന്നും, കല്ല് തന്നെയാണ്, ഒരു മൂർത്തിയാണ്, ഒരു ദൈവത്തിൻ്റെ രൂപം. അങ്ങനത്തെ ഒരു രൂപമായി അപ്പനൊരു കല്ല, ഒരു സംശയവും വേണ്ട. കല്ലിൽ കൊത്തിയ രൂപമാണ്, ദൈവത്തിൻ്റെ പ്രതിരൂപം. അമ്മ പണ്ട് പറഞ്ഞു തന്ന കഥകളൊക്കെ ഉണ്ടല്ലോ, എന്തുമാത്രം കഥകളൊക്കെ പറഞ്ഞു തന്ന്. അന്ന് മനസ്സിലായിട്ടില്ല ആ കഥയിലെ നായകൻ അച്ചായിയായിരുന്നെന്ന്, അച്ഛനായിരുന്നെന്ന്. അമ്മ പറഞ്ഞു തന്ന എല്ലാ കഥകളിലും വീരകഥകളിലൊക്കെ അച്ചായിയുടെ കഥകളൊക്കെ തന്നെയാണ് പറഞ്ഞത്. നമുക്കൊന്നും മനസ്സിലാകില്ലായിരുന്നു. എത്രയൊക്കെ പ്രതിസന്ധി വീട്ടിൽ വന്നോട്ടെ, സാമ്പത്തിക പ്രതിസന്ധിയാകാം, മറ്റുള്ള പല പല കാര്യങ്ങൾ വന്നിരിക്കും, അപ്പം കുലുങ്ങത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം കുലുങ്ങത്തില്ല. കാരണം അപ്പനൊന്ന് കുലുങ്ങിക്കഴിഞ്ഞാൽ വീട് മുഴുവൻ കുലുങ്ങും. മറ്റുള്ളവരുടെ എല്ലാം ശ്രദ്ധ, ആകാംക്ഷ, അവരെല്ലാം വിശ്വാസം, ട്രസ്റ്റ് ഈ അപ്പൻ്റെ പുറത്താണ്, അപ്പനില്ല. അതുകൊണ്ട് വീട്ടിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, ഓണം വരുന്നു, വീട്ടിലേക്കുള്ള സാധനങ്ങളില്ല, തുണി എടുക്കണം, ഒന്നും സാമ്പത്തിക ഭദ്രതയായിട്ടില്ല. പക്ഷെ അപ്പൻ കുലുങ്ങില്ല. അപ്പനറിയാം അപ്പൻ്റെ ഒരു കുലുക്കം അത് ആ കുടുംബത്തെ ആകെ ബാധിക്കുമെന്ന്. അപ്പൻ ആരെയും അറിയിച്ചിട്ടില്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പൻ ഒരിക്കലും തൻ്റെ ദുഃഖം പുറത്ത് കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പനെ നമ്മൾ കല്ലാണെന്ന് പറയുന്നത്. അത് ഉരുക മാത്രമേ ഉള്ളൂ, ഉരുകുന്ന. നമുക്ക് 3 അക്ഷരം കൊണ്ട് നമ്മുടെ അച്ഛനെ അളന്നെടുക്കാനാവില്ല. അച്ഛൻ എന്ന 3 അക്ഷരം കൊണ്ട് ഒരിക്കലും അച്ഛനെ അളക്കാനാവില്ല. അളന്നാൽ ഒരു കടലോളം ആഴമുണ്ട് അച്ഛൻ്റെ ആ പദത്തിന് അർത്ഥം കണ്ടെത്താൻ. കർക്കശക്കാരനാ അപ്പൻ, കർക്കശക്കാരൻ തന്നെയാണ്. സൂക്ഷിച്ച് നോക്കി. പ്രത്യേകിച്ച് അച്ഛൻ ചൂടാകുമ്പം ചിരിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? പെമ്മക്കടെ മുമ്പിൽ. ഞാനത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ 5 ആങ്ങളമാർക്കൊരു പെങ്ങളേ ഉള്ളൂ. അച്ഛൻ ചൂടായൊക്കെ ചെല്ലും. പക്ഷേ എൻ്റെ പെങ്ങൾ അച്ചായി ഒരു വിളിയുണ്ട്, അച്ചായി എന്നോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പേര് വരെ എൻ്റെ അച്ചായി എൻ്റെ പെങ്ങളെ വിളിച്ചു കളയും. ദേഷ്യം കയറും. അച്ചായി ചൂടായി ബഹളം ഉണ്ടായി ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ പെങ്ങൾക്കൊരു വചനം, പൗലോസേ എന്തുവായി കാണിക്കുന്നത്? സ്വല്പം ചൂടായി അധികാരത്തോടെ പേരോടെ അപ്പനെ വിളിക്കും. ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ വിളിക്കുമ്പം ആ അച്ചാടി ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ട്. അപ്പം തോക്കുന്നത് എപ്പോഴും പെമ്മക്കടെ മുമ്പിലാണ്. ഞാൻ അടിച്ച് കണ്ടിട്ടില്ല എൻ്റെ പെങ്ങളെ അച്ചായി. ഞങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. എൻ്റെ പെങ്ങളെ ഒന്നും അടിച്ചിട്ടില്ല. പെമ്മക്കൊക്കെ എപ്പോഴും അച്ഛൻ ഹീറോ തന്നെയാണ്. അതല്ലേ എൻ്റെ പെങ്ങൾ ദേഷ്യം കയറുമ്പോൾ പൗലോസേ മിണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിളി അപ്പനെ പേര് വിളിക്കുകയല്ല. പക്ഷേ അച്ഛനോടൊന്ന് മിണ്ടായിരിക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അച്ഛൻ മിണ്ടാതെ പോയിട്ടുണ്ട്. പെമ്മക്കടെ മുമ്പിൽ അപ്പന്മാർ തോറ്റു ചരിത്രമേ ഉള്ളൂ. തൂക്കും, എന്നും പെമ്മക്കടെ മുമ്പിൽ തൂക്കും. പണ്ട് ഏതോ ഒരു പുണ്യവാളം പറഞ്ഞതാണ്, അപ്പനൊപ്പം നടക്കരുതെന്ന്. അപ്പനൊപ്പം നടക്കരുതെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ കൂടെ കൈപിടിച്ച് നടക്കരുതെന്നല്ല. പുതിയ സമൂഹത്തിൽ, ആധുനിക യുഗത്തിൽ അപ്പനൊപ്പം നടക്കാൻ ശ്രമിക്കുന്നുണ്ടാ. നീ പോരുമ്പം ആ ഒരു കുപ്പി ബിയർ എനിക്കൂടെ മേടിച്ചുകൊണ്ട് പോരണം. ഇങ്ങനെ പറയുന്ന അപ്പന്മാർ ആധുനിക യുഗത്തിലുണ്ട്. അവരെല്ലാം നമുക്കൊപ്പമാണെന്ന് കാണിക്കാൻ ശ്രമിക്കുക. അത് പിൽക്കാലത്ത് ബുദ്ധിമുട്ട് വരുത്തി വയ്ക്കും. വീട്ടിൽ പല കാര്യങ്ങളിലും അപ്പനൊപ്പം നടക്കാൻ മക്കളെ പ്രേരിപ്പിക്കരുത്. അപ്പനും അമ്മയും മക്കൾക്ക് സ്നേഹം കാണിച്ചു കൊടുത്ത് ആ വീട്ടിലെ ദൈവമായി നിന്നാൽ അവിടെയൊക്കെ പിൽക്കാലം നല്ലതായിട്ട് തന്നെ വരും. അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ കാലൊന്ന് വരുതി, ഒന്ന് മുട്ടൊന്ന് വളയോ, ഒന്ന് ചിരട്ടക്കണ്ണി ഒന്ന് പിടിയോ, നല്ല ഈ പാദങ്ങളൊന്ന് വളയൊക്കെ ചെയ്ത് അച്ഛൻ വിരലൊരു പൊക്കി പിടുത്തില്ലേ നമ്മളെ, ചിലപ്പോൾ നെഞ്ചിലോട്ട് എടുത്ത് വെക്കത്തില്ലേ? അപ്പനെ മനസ്സിലാക്കാൻ സമയമെടുക്കും, വളരെ വളരെ സമയം. ഒരപ്പനും
മക്കളുടെ ഒരാവശ്യത്തിനും മാറി നിന്നിട്ടില്ല. നമ്മുടെയൊന്നും അപ്പന്മാർ, ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, പണക്കാരായിരുന്നില്ല. പക്ഷേ ഒന്നിനും ഒരു കുറവും നിങ്ങൾക്ക് വരുത്തിയിട്ടില്ല, എനിക്കും വരുത്തിയിട്ടില്ല. അതായിരുന്നു അപ്പൻ. ആ അപ്പൻ മരണം വരെ നമ്മളോടൊപ്പം ജീവിക്കട്ടെ. നമ്മളോടൊപ്പം എന്ന് ഞാൻ പറഞ്ഞാൽ യാത്രയിലൊക്കെയും വൃദ്ധസദനങ്ങളൊക്കെ കണ്ടെന്നിരിക്കാം. അത് എൻ്റെ അപ്പനല്ല ഉള്ളതല്ല എന്നൊരു ബോധ്യം ഉള്ളിൽ വരട്ടെ. ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ, ഭോപ്പാൽപുര.